നമസ്കാരം. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ 4 മക്കളുടെ മുന്നിലിട്ട് ഭാര്യ ഹാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സുരേഷിന്റെ നിർണായക നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊലപാതകത്തിനു ശേഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തമിഴ്നാട്ടിലേക്ക് മുങ്ങാനായിരുന്നു പ്രതിയുടെ പദ്ധതിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയും കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന അച്ഛനെയും കണ്ട ഭയന്നു വിറച്ച 4 കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടാണ് നാലാഞ്ചിറ കഴിഞ്ഞ ദിവസം ഉണർന്നത്. കൃത്യം നടത്തിയ ഉടൻ തന്നെ പ്രതി സുരേഷ് തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സംഭവസ്ഥലത്തു നിന്നും കടന്നു കളയുകയായിരുന്നു. ഫോൺ ഓഫായതിനെ തുടർന്ന് ആദ്യ മണിക്കൂറുകളിൽ പ്രതിക്കായുള്ള പോലീസിന്റെ തിരച്ചിൽ വലിയ പ്രതിസന്ധിയിലായി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം പ്രതിയുടെ ഫോൺ വീണ്ടും ഓണായി. സൈബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഫോണിന്റെ ലൊക്കേഷൻ കരമന കിള്ളിപ്പാലത്തിന് സമീപമാണെന്ന് കണ്ടെത്തി. ഇതനുസരിച്ച് പോലീസ് സംഘം ഉടനടി കിള്ളിപ്പാലത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ പോലീസിനെ കാത്തിരുന്നത് മറ്റൊരു വിവരമായിരുന്നു. വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ കടയിൽ ഏൽപ്പിച്ച ഫോണായിരുന്നു അത്. പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് സൈബർ സെല്ലിനെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ കടന്നു കളയാനായിരുന്നു സുരേഷിന്റെ ശ്രമം. എന്നാൽ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും അതിർത്തികളിലും ബസ് സ്റ്റാൻഡുകളിലും പോലീസ് തിരച്ചിൽ ശക്തമാക്കിയതോടെ പ്രതിയുടെ തമിഴ്നാട് പ്ലാൻ പൊളിയുകയായിരുന്നു. മണ്ണന്തല പോലീസിനെയും ഫോറൻസിക് സംഘത്തിന്റെയും കൃത്യമായ ഇടപെടലുകൾക്കൊടുവിൽ ഒളിവിൽ പോകാൻ ശ്രമിച്ച സുരേഷിനെ പോലീസ് വിജയകരമായി കസ്റ്റഡിയിലെടുത്തു. പുതിയ അധ്യയന വർഷത്തിൽ പുസ്തക സഞ്ചികളുമായി സ്കൂളിലേക്ക് പോകുവാൻ ഒരുങ്ങിയ 4 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് അച്ഛന്റെ ക്രൂരതയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇരുളടഞ്ഞു പോയത്. പ്രതിക്കെതിരെയുള്ള കൂടുതൽ നിയമ നടപടികൾ പോലീസ് വേഗത്തിലാക്കുകയാണ്. വെറും ഒരു ദിവസം മുൻപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മക്കളെ നെഞ്ചോട് ചേർത്ത സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ ദമ്പതികളാണ് മണിക്കൂറുകൾക്ക് തന്നെ ചോര കണ്ണീരൊഴുക്കുന്ന ഒരു ദുരന്ത ചിത്രമായി മാറിയത്. 19 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഹസീനയും സുരേഷും. സ്വന്തം കുടുംബാംഗങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇരുവരും കഴിഞ്ഞ 4 മാസമായി നാലാഞ്ചിറയിലെ വാടക വീട്ടിലായിരുന്നു താമസം. എന്നാൽ കഴിഞ്ഞയാഴ്ച കുടുംബ വഴക്കിനെ തുടർന്ന് ഹസീന വീട് വിട്ടിറങ്ങി. ഇതോടെ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് സുരേഷ് മണ്ണത്തല പോലീസിൽ പരാതി നൽകി. ഇതിനിടയിൽ എലിവിഷം കഴിച്ച് ജീവനൊടുക്കാനും സുരേഷ് ശ്രമിച്ചിരുന്നു. പോലീസ് ഇടപെട്ട് ഹസീനയെ തിങ്കളാഴ്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പിന്നാലെ സുരേഷും 4 മക്കളും എത്തി. തുടർന്ന് ഹസീനയുടെയും മാതാവിന്റെയും മക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ച വിജയകരമായി അവസാനിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ മക്കളെ സ്കൂളിൽ അയക്കുന്ന കാര്യങ്ങളടക്കം സംസാരിച്ച് ഏറെ സന്തോഷത്തോടെയായിരുന്നു ഇരുവരും എന്ന സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്. ഉമ്മ തിരിച്ചെത്തിയതോടെ പുസ്തകങ്ങളും ഭക്ഷണപ്പൊതികളുമായി സ്കൂളിലേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു ആ 4 കുഞ്ഞുങ്ങളും. എന്നാൽ ഈ ഒത്തുതീർപ്പിന്റെ ആയുസ് വെറും ഒരു രാത്രി മാത്രമായിരുന്നു. പുലർച്ചെയുണ്ടായ തർക്കത്തിനൊടുവിൽ അടുക്കളയിലെ കത്തിയെടുത്ത് സുരേഷ് ഹസീനയുടെ കഴുത്തറുക്കുകയായിരുന്നു. തുടർന്ന് കൃത്യം ചെയ്ത കത്തി അടുക്കളയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ശേഷമാണ് പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മുകൾ നിലയിലെ മുറിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ട് മക്കൾ കൂട്ടനിലവിളി കൂട്ടി. ഭയന്ന് വിറയ്ക്കാതെ 17 വയസ്സുകാരിയായ മൂത്തമകൾ അമൃതയാണ് ഉടൻ തന്നെ മണ്ണന്തല പോലീസിനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചത്. പോലീസ് ഉടനടി സ്ഥലത്തെത്തി ഹസീനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. പ്രശ്നങ്ങളെല്ലാം തീർന്ന് മാതാപിതാക്കൾക്കൊപ്പം സ്കൂളിൽ പോകാൻ ഒരുങ്ങിയ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയാണ് സുരേഷ് ജയിലിലേക്ക് പോകുന്നത്. കുട്ടികളുടെ സംരക്ഷണത്തിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപടികൾ ആരംഭിച്ചു. നാലാഞ്ചിറ ഉദയന്നൂരിലെ ആ വാടക വീട്ടിൽ മാതാപിതാക്കൾ അയൽവാസികളുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല. എന്നാൽ അവരുടെ 4 മക്കളും ആ പ്രദേശത്തുകാർക്ക് ജീവനായിരുന്നു. +2 പഠിക്കുന്ന അമൃതയും 10ാം ക്ലാസ്സുകാരനായ മൂത്ത മകനും 6ലും 4ലും പഠിക്കുന്ന ഇളയ കുട്ടികളും നാടിന്റെ പ്രിയപ്പെട്ടവരാണ്. പഠനത്തിൽ മിടുക്കരായവർ സ്കൂളിൽ പോകാൻ വൈകുന്നത് അയൽവാസികളും ശ്രദ്ധിച്ചിരുന്നു. ഉമ്മ തിരികെ എത്തിയ തിങ്കളാഴ്ച രാത്രി പുതിയ പുസ്തകങ്ങളും ഭക്ഷണപ്പൊതികളുമായി സ്കൂളിലേക്ക് പോകാൻ ബാഗുകൾ പാക്ക് ചെയ്തു വെച്ച് വലിയ പ്രതീക്ഷകളോടെയാണ് ആ 4 കുട്ടികളും ഉറങ്ങാൻ കിടന്നത്. എന്നാൽ പുലർച്ചെ 4ഓടെയാണ് മുകൾ നിലയിൽ നിന്നുണ്ടായ കടുത്ത ബഹളം കേട്ട് കുട്ടികൾ ഞെട്ടി ഉണർന്നത്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന അച്ഛനെ കണ്ട് ആ കുഞ്ഞുങ്ങൾ നിലവിളിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച സുരേഷിനെ തടഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മയെ വേണമെന്ന് പറഞ്ഞ് ആ മക്കൾ അലറി വിളിച്ചതായി അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടികളുടെ ഈ കൂട്ടനിലവിളി കേട്ടാണ് അയൽവാസികൾ ഉറക്കമുണർന്ന് ആ വീട്ടിലേക്ക് ഓടിയെത്തിയതും. അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ആ കുഞ്ഞുങ്ങൾ നടത്തിയ അവസാനവട്ട ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. നിലവിൽ കുട്ടികളുടെ പൂർണ്ണമായ സംരക്ഷണവും കൌൺസിലിംഗും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഹസീന വധക്കേസിൽ കൃത്യമായ തെളിവുകളോടെയുള്ള ശക്തമായ കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കുന്നത്.
ഉമ്മയുടെ ദാരുണമായ വേർപാടും അച്ഛന്റെ ക്രൂരതയും നേരിൽ കാണേണ്ടി വന്ന 4 കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും മനഃശാസ്ത്ര വിദഗ്ധരും. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക കുറ്റത്തിലുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് പ്രതി സുരേഷിനെതിരെ മണ്ണന്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിനുപയോഗിച്ച കത്തി കഴുകി വൃത്തിയാക്കി വെച്ചതിനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മൊബൈൽ ഫോൺ വഴിയിൽ ഉപേക്ഷിച്ചതിനും പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. മക്കളുടെ നേരിട്ടുള്ള ദൃക്സാക്ഷിമൊഴികളാണ് ഈ കേസിൽ പ്രതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ശാസ്ത്രീയ തെളിവുകളായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. അതേസമയം കണ്ണിന് മുന്നിൽ നടന്ന ക്രൂരതയുടെ നടുക്കത്തിൽ നിന്നും ആ 4 കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുവാൻ വിപുലമായ സൈക്കോളജിക്കൽ സപ്പോർട്ട് CWC ഉറപ്പാക്കിയിട്ടുണ്ട്. കടുത്ത മാനസികാഘാതത്തിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് കൌൺസിലിംഗ് നൽകുക. കുട്ടികളുടെ സുരക്ഷിതത്വവും ഭാവി പഠനവും മുൻനിർത്തി അവരെ താൽക്കാലികമായി സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ ആരും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 4 മക്കളുടെ പൂർണ്ണ വിദ്യാഭ്യാസ ചെലവും ഭാവി സംരക്ഷണവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും സർക്കാരിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇനി നിർവഹിക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്രൂരത തങ്ങളുടെ തൊട്ടടുത്ത് നടന്ന ഞെട്ടൽ തന്നെയാണ് ആ പ്രദേശവാസികൾ. അതിഭയങ്കരമായ ഒരു കൂട്ടനിലവിളി കേട്ടാണ് പുലർച്ചെ ആ നാലാഞ്ചിറ ഉദിയന്നൂരിലെ അയൽവാസികൾ ഉണർന്നത്. വാടക വീടിന്റെ മുകൾ നിലയിലെ ജനലിലൂടെയും വാതിലിലൂടെയും ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ട് മക്കൾ നിലവിളിക്കുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരോട് ഞങ്ങളുടെ ഉമ്മയെ രക്ഷിക്കണേ എന്ന് അച്ഛൻ ഉമ്മയെ കൊന്നെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ദൃശ്യം കണ്ടു നിന്നവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. പ്രതി സുരേഷ് ആളുകളുമായി അധികം സംസാരിക്കാറില്ലായിരുന്നുവെന്നും എപ്പോഴും വലിയ ഗൗരവത്തിലായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നു. എന്നാൽ കുട്ടികൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. സ്കൂളിൽ പോകാൻ വൈകിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ വന്നാലുടൻ പുതിയ പുസ്തകങ്ങളുമായി തങ്ങൾ സ്കൂളിലേക്ക് പോകുമെന്ന് കുട്ടികൾ വളരെ സന്തോഷത്തോടെ തങ്ങളോട് പറഞ്ഞിരുന്നതായി അയൽക്കാർ ഓർക്കുന്നു. സ്റ്റേഷനിലെ ഒത്തുതീർപ്പിന് ശേഷം തിങ്കളാഴ്ച രാത്രി വളരെ സാധാരണ രീതിയിൽ തന്നെയാണ് ആ കുടുംബം കഴിഞ്ഞത്. എന്നാൽ പുലർച്ചെയുണ്ടായ ക്രൂരത ആസൂത്രിതമാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ഹസീനയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ കത്തി കഴുകി വെച്ച് കാറെടുത്ത് ആ 4 മക്കളും ഉപേക്ഷിച്ച് സുരേഷ് പോയത് നാട്ടുകാരിലും വലിയ ഞെട്ടലാണ് ഉളവാക്കിയത്. പ്രതിക്ക് നിയമം നൽകുന്ന പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരേ ഒരു ആവശ്യം. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സുരേഷിന്റെ ആസൂത്രിത നീക്കങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് മണ്ണന്തല പോലീസ് പ്രതി കസ്റ്റഡിയിലെടുത്തത്. സൈബർ സെല്ലിനെ പറ്റിക്കാൻ വഴിയിലുപേക്ഷിച്ച ഫോണും കൊലപാതകത്തിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കത്തിയുമെല്ലാം കോടതിയിൽ പ്രതിക്കെതിരെയുള്ള നിർണായക തെളിവുകളാകും. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളോടെയുള്ള കുറ്റപത്രം സമർപ്പിച്ച പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് പോലീസ് നീക്കം.